ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു 22 വയസ്സുള്ള അമ്മു. വ്യാപാര സ്ഥാപനം നടത്തുന്ന സജീവിന്റെയും മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച രാധാമണിയുടെയും മകളാണവൾ. അമ്മു പഠിത്തത്തിൽ മികച്ച കുട്ടിയായിരുന്നു. മകളെ നഴ്സിംഗ് പഠിക്കാനായി അയച്ച അന്നു മുതൽ അവളുടെ മാതാപിതാക്കൾ കേൾക്കുന്ന ഒരേയൊരു കാര്യം തന്റെ സുഹൃത്തുക്കൾ തന്നെ നിരന്തരം ശല്യം ചെയ്യുന്നു എന്നായിരുന്നു. പഠനകാലത്ത് ഇതൊക്കെ സാധാരണമാണ്. അതും വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനാൽ മാതാപിതാക്കൾ ഇതൊന്നും അത്ര കാര്യമായി എടുത്തില്ല. കുട്ടികളല്ലേ, ഇന്ന് വഴക്കിട്ടാൽ നാളെ മിണ്ടിക്കൊള്ളുമെന്നായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ അവർ ഒരിക്കലും സങ്കല്പിച്ചു പോലും നോക്കാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് സംഭവിക്കാൻ തുടങ്ങിയത്. 2024 നവംബർ മാസം 15 വൈകുന്നേരത്തിന് ശേഷം അമ്മുവിന്റെ വീട്ടിലേക്ക് ഹോസ്റ്റലിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അമ്മുവിന് അപകടം സംഭവിച്ചെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമായിരുന്നു ആ കോളിൽ പറഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് അവർ കേട്ടത് സ്വന്തം മകളുടെ മരണവാർത്തയായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള അമ്മുവിന് അങ്ങനെ എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ അപകടം സംഭവിച്ചതാണോ? അവളെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന അവളുടെ സുഹൃത്തുക്കൾ ആരല്ല? അമ്മു നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയാണെങ്കിലും അവൾക്ക് അധികം സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു. പക്ഷേ എന്നും മനസ്സിൽ ഓർത്തിരുന്ന സഹപാഠികൾ 3 പേരുണ്ടായിരുന്നു. അലീന, ദിലീപ്, അഞ്ജന, മധു, അഷിത. തുടക്കത്തിൽ ഇവർ 4 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇവരുടെ സൗഹൃദത്തിനിടയിൽ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങി. തുടർന്ന് അവർ അവൾക്ക് സമ്മാനിച്ചത് നല്ല ഓർമ്മകളെ ആയിരുന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും ഉണക്കാനാകാത്ത മുറിവുകളായിരുന്നു സമ്മാനിച്ചത്. അവർ ഒരു ദിവസം സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറെ അമ്മു അറിയിച്ചതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതിന്റെ എല്ലാം തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങി. ഈ അഞ്ജന അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡർ ആയിരുന്നു. പലപ്പോഴും അവളുടെ മുറി തള്ളി തുറന്ന് അമ്മുവിനെ പുറത്തേക്ക് വലിച്ചിടും, അവളെ മർദ്ദിക്കും, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവളെ വഴക്ക് പറയും. കൂടാതെ ഒരു ദിവസം ആ കോളേജ് വാഷ്റൂമിലേക്ക് അവളെ വിളിച്ചു വരുത്തി കൂട്ടുകാർ ചേർന്ന് അവളെ ശാരീരികമായി ടോർച്ചർ ചെയ്തു, ഉപദ്രവിച്ചു. അവൾ ഓടി ഒരു ടീച്ചറുടെ ക്ലാസ് മുറിയിലേക്ക് കയറി. പക്ഷെ ആ പ്രശ്നവും അവിടെ സംസാരിച്ച് അവസാനിച്ചു. തനിക്ക് നേരിടുന്ന കൊടിയ പീഡനങ്ങളെ കുറിച്ചുള്ള കഥകളെല്ലാം അവൾ എന്നും അമ്മയോടും അച്ഛനോടും പറയും. ഒരു ഘട്ടത്തിൽ മകൾ ഇങ്ങനെ നിരന്തരം സുഹൃത്തുക്കൾ തന്നെ നിരന്തരം മർദ്ദിക്കുന്നു, ടോർച്ചർ ചെയ്യുന്നു എന്ന പരാതി മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് മറ്റു മാർഗമില്ലാതെ ഇതിനെക്കുറിച്ച് ഒരു പരാതി കോളേജ് അധികൃതർക്ക് നൽകി. എന്നാൽ ആ പരാതി ഗൗരവത്തോടു കൂടി കോളേജ് അധികൃതർ എടുത്തില്ല. ഹോസ്റ്റൽ അധികൃതരും അങ്ങനെ തന്നെയാണ്. അതിനായിട്ടുള്ള നടപടി ഒന്നും സ്വീകരിച്ചില്ല. പിന്നീട് പല സമയങ്ങളിലും പ്രിൻസിപ്പൽ മുറിയിൽ വിളിച്ചു വരുത്തുകയും ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് വിടുകയുമായിരുന്നു പതിവ്. എന്നാൽ വീണ്ടും സഹപാഠികൾ അത് തന്നെ ആവർത്തിച്ചു. അലീനയും അമ്മുവിനെ മാറ്റി നിർത്തിയില്ല. ഓരോ ദിവസവും അമ്മുവിനോട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ചെല്ലും. ഒരു ദിവസം അലീനയുടെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് അലീനയും അഞ്ജനയും ചേർന്ന് ടീച്ചറോട് പറഞ്ഞു. ടീച്ചറും ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ആരെങ്കിലും മറന്ന് എടുത്തിട്ടുണ്ടാകും എന്നായിരുന്നു ടീച്ചർ പറഞ്ഞത്. സത്യത്തിൽ ലോഗ് ബുക്ക് എവിടെയും പോയിട്ടില്ലായിരുന്നു. അങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അതും അമ്മുവിനെ കുടുക്കാനായിരുന്നു ചെയ്തത്. ഉടൻ തന്നെ അവളുടെ ഹോസ്റ്റൽ മുറിയിൽ ചെന്ന് അമ്മുവിന്റെ വസ്ത്രവും ബാഗും എല്ലാം വലിച്ചിട്ട് ഒരു വലിയ തിരച്ചിൽ നടത്തി. എന്നാൽ ബുക്ക് അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇത് അമ്മുവിന് വലിയ ദുഃഖത്തിന് കാരണമായി. അവൾ അച്ഛനോട് വിളിച്ച് കരഞ്ഞുകൊണ്ട് തനിക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവളുടെ കുടുംബം ഇത് വീണ്ടും പ്രിൻസിപ്പളെ അറിയിച്ചു. അപ്പോഴും പ്രിൻസിപ്പൽ പറഞ്ഞത് അവരുടെ മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കാമെന്നായിരുന്നു. അങ്ങനെ അതും സംസാരിച്ചു ഒതുക്കി. പക്ഷേ നവംബർ 15-ാം തീയതി എന്നത്തെയും പോലെ ഒന്നും അവസാനിച്ചില്ല. അന്നും ഈ പറഞ്ഞ സുഹൃത്തുക്കളിൽ നിന്നും കൊടിയ മാനസിക പീഡനം അവൾ നേരിട്ടു. അതേ വെള്ളിയാഴ്ച തന്നെ അമ്മുവിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് അവളുടെ സഹോദരൻ ഹോസ്റ്റൽ വാർഡനെ വിളിച്ചു. പക്ഷേ എവിടെ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇതിനകം ജീവിതം മടുത്തിരുന്ന അമ്മുവിന് അന്ന് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തോന്നി. പിന്നീട് അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. താമസിച്ചിരുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ശബ്ദം കേട്ട് വിദ്യാർത്ഥികളെല്ലാം ഓടിയെത്തി. ഉടൻ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ആംബുലൻസിനെ അറിയിച്ചു. വൈകിട്ട് 4:30 അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയ വിവരം അവളുടെ ക്ലാസ് ടീച്ചറെയും ചില കുട്ടികൾ അറിയിച്ചു. അല്പസമയത്തിൽ വീട്ടുകാരെയും വിവരം അറിയിച്ചു. പക്ഷെ അവൾ താഴെ വീണ് ഒരു ഒടിവ് സംഭവിച്ചുവെന്ന് മാത്രമേ വീട്ടുകാരോട് പറഞ്ഞുള്ളൂ.
വൈകിട്ട് 5:15 അമ്മുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആ കെട്ടിടത്തിൽ നിന്നും ആശുപത്രിയിലേക്കുള്ള ദൂരം ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ 30 മിനിറ്റിലധികം സമയമെടുത്തു. ഏകദേശം 1.5 മണിക്കൂറോളം അവൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് 108 ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവൾ മരിച്ചിരുന്നു. ഉടൻ തന്നെ പോലീസ് കേസായി മാറി. അവർ അവരുടെ അന്വേഷണം ആരംഭിച്ചു. ഹോസ്റ്റലിലും കോളേജിലുമായി എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. തുടർന്ന് അമ്മു താമസിച്ചിരുന്ന മുറിയിൽ നടത്തിയ പരിശോധനയിൽ അവൾ എഴുതിയതായി പറയുന്ന ഒരു കുറിപ്പ് ലഭിച്ചു. അമ്മുവിന്റെ വസ്തുക്കളിൽ നിന്നും ഐ ക്വിറ്റ് എന്നെഴുതിയ ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. എന്നിരുന്നാലും കുറിപ്പിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അത് അയച്ചു. എങ്കിലും ഈ ഒരു കുറിപ്പ് പോലീസിന് ലഭിച്ച വലിയൊരു വഴിത്തിരിവായിരുന്നു. തീർച്ചയായും അവളുടെ ആത്മഹത്യക്ക് പുറകിൽ മറ്റാരോ ഉണ്ടെന്ന ഒരു സംശയം പോലീസിന് വന്നു. ആ സമയത്തായിരുന്നു അമ്മുവിന്റെ മാതാപിതാക്കളിൽ നിന്നും അമ്മു ആ കോളേജിലും ഹോസ്റ്റലിലുമായി കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച കൊടിയ പീഡനത്തെക്കുറിച്ചും അതിന് പുറകിലെ സഹപാഠികളെക്കുറിച്ചും പോലീസ് അറിയുന്നത്. ഉടൻ തന്നെ ആ 3 സുഹൃത്തുക്കളെയും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ തങ്ങൾക്കും അമ്മുവിന്റെ ആത്മഹത്യയ്ക്കും യാതൊരു ബന്ധവുമില്ല എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞത്. എങ്കിലും അവർ നൽകിയ മൊഴിയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ പോലീസ് ശ്രദ്ധിച്ചു. ഇത് അവരിൽ ഒരു സംശയമുണർത്താനും കാരണമായി. തുടർന്ന് മാതാപിതാക്കളോട് തന്നെ മകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. നിരന്തര പീഡനം ഇവരിൽ നിന്ന് അമ്മു നേരിട്ടു എന്നും അവളെ നിരന്തരം അവർ വേട്ടയാടുകയായിരുന്നുവെന്നും ഇതൊരു കൊലപാതകമാണെന്നും അവളുടെ കുടുംബം പറഞ്ഞു. കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണെന്നും സഹപാഠികളുടെ മാനസിക പീഡനത്തെ തുടർന്ന് അമ്മു പരാതിപ്പെട്ടെങ്കിലും ഈ കോളേജ് അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നും പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് കോളേജ് അധികൃതരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവർ നൽകിയ വിശദീകരണത്തിലും പല പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് ശ്രദ്ധിച്ചു. ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ പേടിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അമ്മു. നേരത്തെ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് അത്രയും മുകളിലേക്ക് കയറി എന്ന് കേട്ടപ്പോൾ അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയായിരുന്നു അമ്മുവിന്റെ സഹോദരൻ പറഞ്ഞത്. കുടുംബവും ഇതേ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കൂടാതെ അമ്മുവിന്റെ മൊബൈൽ ഫോൺ തങ്ങളുടെ പക്കൽ ലഭിച്ചപ്പോൾ അത് അൺലോക്ക് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ, ഡോക്യുമെന്റുകൾ എന്തെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാകാം. നിലവിൽ പോലീസിന്റെ അന്വേഷണ സംവിധാനത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അത് റീട്രൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും സഹോദരൻ പറഞ്ഞു. ഫോണിൽ നിന്നുള്ള രേഖകൾ പൂർണ്ണമായും അങ്ങനെ നശിപ്പിച്ചു കളയാനാകില്ല. അങ്ങനെ ഒരു പക്ഷെ എന്തെങ്കിലും മിസ്സായാലും തിരികെ എടുക്കാനും സാധിക്കും. കൂടാതെ ഹാൻഡ് റൈറ്റിംഗ്, അതായത് അമ്മു സജീവിൻ്റെതായി പുറത്തു വന്ന ഈ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യം അത് അമ്മു എഴുതിയതല്ല. അമ്മു അങ്ങനെ എഴുതിയിട്ടില്ല. അത് മറ്റാരോ എഴുതിയതാണെന്നും അതോടൊപ്പം അവളുടെ കൈയക്ഷരം അങ്ങനെ അല്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അവൾ നേരത്തെ എഴുതിയ ബുക്കുകൾ, ഹാൻഡ് റിട്ടൺ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം തന്നെ നൽകി. എന്റെ സഹോദരി ഒരിക്കലും അവളുടെ ജീവിതം എടുക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് സഹോദരൻ പറഞ്ഞത്. അങ്ങനെ ഈ സംഭവം നടന്ന് അമ്മുവിന്റെ മരണം നടന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ആ 3 സഹപാഠികളെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ആരാണ് ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത്? ബോധപൂർവമായ ഒരു ശ്രമം കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ 3 വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ഈ 3 സഹപാഠികളെയും രക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഈ ഒരു കുടുംബം ആരോപിക്കുന്നത് പോലെ അങ്ങനെ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. എങ്കിലും കേവലം വൈകാരികമായി ആ കുടുംബാംഗങ്ങൾ നടത്തുന്ന ആരോപണത്തിനപ്പുറം അത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതിയും അറിയേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെയായി ചില പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകാം. അത് വ്യക്തിപരമായ വിരോധത്തിലേക്ക് വഴിമാറിയാൽ ഒരു പക്ഷെ അത് പഠനത്തെയും ജീവിതത്തെയും ഒക്കെ ബാധിച്ചേക്കാം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചതും ഇതാണ്. ഉറ്റ സുഹൃത്തുക്കളായ 4 പെൺകുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കലാശിച്ചത്. ഒടുവിൽ സുഹൃത്തുക്കളായ 3 പെൺകുട്ടികൾക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. എങ്കിൽ പോലും ഇതിനും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അമ്മു ഓർക്കേണ്ടതായിരുന്നു. തന്റെ കോളേജ്, തന്റെ സുഹൃത്തുക്കൾ, ഇതാണ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അറ്റം, അതാണ് ഒരു പരിധി എന്ന് അവൾ ചിന്തിച്ചു. അതിനും പുറത്തൊരു ജീവിതമുണ്ട്, അതും തനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു തോന്നൽ അവൾക്കില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കില്ലായിരുന്നു. ഈ പഠനം, സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതമായി മാറുന്നില്ല. ഈ പറയുന്നവരാരും ജീവിത അവസാനം വരെയും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുമില്ല. അപ്പോ
ഇതിനിടെയുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ എന്ന തലത്തിലേക്ക് പോകുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ആത്മഹത്യയും ഒന്നിനും ഒരു പരിഹാരവുമല്ല. ഇനി പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടോ? ഈ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ആത്മഹത്യയാണോ? കൊലപാതകമാണോ? ഇനിയാണ് ഈ സത്യങ്ങളെല്ലാം പുറത്തു വരേണ്ടത്. എന്നാൽ ഇപ്പോഴും പല ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം വേണ്ടിയ ഇടപെടൽ നടത്തുന്നതിൽ എന്തുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച സംഭവിച്ചു? കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴെ വീണപ്പോൾ കാലിന് ചെറിയ പരിക്ക് മാത്രം സംഭവിച്ചു എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട കാര്യമെന്ത്? കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് എന്തുകൊണ്ട് കാലതാമസമുണ്ടായി? വീട്ടുകാരെ അറിയിക്കാതെ ആശുപത്രി മാറ്റാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? അവളുടെ മൊബൈൽ ഫോൺ ആരാണ് അൺലോക്ക് ചെയ്തത്? ആ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ രേഖകൾ ഉണ്ടായിരുന്നിരിക്കുമോ? ഉണ്ടെങ്കിൽ അതാരെങ്കിലും എടുത്തിട്ടുണ്ടാകുമോ? പല ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായും നമുക്കറിയാൻ സാധിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമ്മു ഈ സംഘർഷങ്ങളൊന്നും താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.